ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടാലോ? വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യത്തിലല്ല, അർഷയ്ക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് പൈപ്പ് ക്ലീനേഴ്സ് ക്രാഫ്റ്റ്, പോംപോംസ്, പിന്നെ ഈ ഒരു സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിന്നായിട്ടുള്ളൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു ഫ്ലവർ വൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഫ്ലവർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തതൊരു മാർക്കർ പെന്നാണ്. അതിലേക്ക് നമ്മുടെ പൈപ്പ് ക്ലീനേഴ്സ് ക്രാഫ്റ്റിൻ്റെ ആ കിറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിങ്ങനെ അതിലേക്ക് റോൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് 2 പൈപ്പ് ക്ലീനേഴ്സ് ക്രാഫ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്യുക രണ്ടും കൂടി. അത് കഴിഞ്ഞിട്ട് ആ ഒരു കമ്പി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. പിന്നെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നാച്ചുറൽ ഒരു ഫ്ലവർ കാണുന്നത് പോലെ ആ പെറ്റൽസ് ഓരോന്നും ഓരോ ദിശയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ സിമ്പിൾ പണിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഒരു വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് ലീഫും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ എൻചാഞ്ചർ ബോട്ടിലില്ലേ, ഒരു ടാൽക്കം പൗഡറിൻ്റെ ആ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് അതൊരു വേസ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈമിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഫ്ലവർ വൈസ് കുറച്ചൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അക്രിലിക് പെയിൻറ്റിൻ്റെ മെറ്റാലിക് ഷെയ്ഡ് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെറ്റൽ ഓരോന്നായിട്ട് ദിശയിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഷീറ്റ് മാറ്റി. കാരണം നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ കുറച്ച് വൃത്തികേടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പെറ്റൽസ് നന്നായി ചെയ്യാൻ തുടങ്ങി. ഇതെനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ദർഹത്തിനകത്താണായിട്ടുള്ളത് ഈ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ രീതിയിൽ എക്സ്പെൻസ് ഉണ്ടാവാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഫ്രീ ടൈമും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന വർക്കിന് പോരായ്മ കാണും, പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഐഡിയാസ് എനിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക.